അങ്ങനെ സൈക്കിൾ എടുത്ത് 5ാമത്തെ രാജ്യമായ സിംഗപ്പൂർ എത്തിയിട്ടോ. ഞാൻ ഇപ്പോൾ ഉള്ളത് നാഷണൽ തിയേറ്ററിന്റെ മുമ്പിലാണ് സിംഗപ്പൂർ. ഇന്നലെയായിരുന്നു ബോർഡർ ക്രോസിംഗ് ഉണ്ടായിരുന്നത്. ഒരിക്കലും സിമ്പിൾ അല്ലായിരുന്നു, നല്ല പണി കിട്ടിയിരുന്നു ബോർഡറിന് എല്ലാം പറയാം. സിംഗപ്പൂരുള്ള ഒരു ഡ്രീം കൺട്രി ആയിരുന്നു. എനിക്ക് എപ്പോഴും ഒരിക്കൽ വന്ന് വിസിറ്റ് ചെയ്യാന്നുള്ള ഒരു ഡ്രീം ആയിരുന്നു. ഫൈനലി ഡ്രീം കം ത്രൂ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ കീർത്തി നിർമ്മൽ ആൻഡ് ഗുഡ് ഫ്രൈഡേ ഫോർ സ്പോൺസറിങ് മൈ ബൈക്ക്. പിന്നെ നമ്മുടെ വിസ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിരുന്നത് ഫ്ലൈവേ ട്രാവൽസ് ആയിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ് ഓൾസോ. സിംഗപ്പൂരിനെ പറ്റി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലേനേക്കാളും ചെറിയൊരു രാജ്യമാട്ടോ ഇത്. പക്ഷേ ഇവിടുത്തെ ഈച്ച് ആൻഡ് എവറി പാർട്ട് ഇവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവറി സെക്കൻഡ് ഇവർ ഡെവലപ്മെന്റ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സിംഗപ്പൂർ കംപ്ലീറ്റ് നമുക്ക് ബൈസൈക്കിൾ മതി. നമ്മൾ ഇത്രയും കൺട്രീസ് നമ്മൾ കവർ ചെയ്തിട്ട് എവിടെയും അധികം ബൈസൈക്കിളിന് അധികം ട്രാക്കോ പ്രയോറിറ്റിയോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നുണ്ടില്ല. പക്ഷേ സിംഗപ്പൂർ അത് അവർ കൊടുക്കുന്നുണ്ട്. എവറി പാർട്ട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും സൈക്കിൾ ട്രാക്ക് ഉണ്ടാവും. സൈക്കിൾ ട്രാക്കിൽ അല്ലാതെ സൈക്കിൾ ഓടിക്കഴിഞ്ഞാൽ $300 ആണ് ഫൈൻ ഉള്ളത്. സൈക്കിൾ പാർക്ക് ചെയ്യാനായാലും സൈക്കിൾ പാർക്കിങ്ങിലല്ലാതെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുണ്ട് ഫൈന്. അപ്പോൾ സൂക്ഷിച്ചും കണ്ട് ഓട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ നല്ല പണി കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒട്ട പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. സോ സി യു നെക്സ്റ്റ് വീഡിയോ. ബൈ.